കോഴിക്കോട് പാലക്കാട് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമെടുപ്പും നഷ്ടപരിഹാര തുക വിതരണവും അവസാന ഘട്ടത്തിലെത്തിയതോടെ ദേശീയപാതാ വിഭാഗം ടെൻഡർ നടപടിക്കായുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 6 മാസം കൊണ്ട് പണി തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി 10,000 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ 120 കിലോമീറ്ററിലാണ് പാത കടന്നുപോകുന്നത്. നിലവിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാത 966ന്റെ ബദൽ പാതയായാണ് ഗ്രീൻഫീൽഡ് പാത അറിയപ്പെടുന്നത്. 3 ജില്ലകളിലും പാതയ്ക്ക് ആവശ്യമായ സ്ഥലമെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഏറ്റെടുത്ത സ്ഥലത്തിന്റെ എല്ലാം തുക നൽകി കഴിഞ്ഞു. 45 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. 4 വരി പാതയാണ് നിർമ്മിക്കുന്നത്. 21 വില്ലേജുകളിലൂടെയാണ് ഗ്രീൻഫീൽഡ് പാത കടന്നുപോകുന്നത്. പ്ലാൻ, റവന്യൂ, സോഷ്യൽ ഫോറസ്ട്രി, പൊതുമരാമത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ പൂർത്തീകരിക്കുന്നത്. ഇരിങ്ങല്ലൂർ, വാഴയൂർ, കാരക്കുന്ന്, എടത്തനാട്ടുകര, കരിമ്പ, മറുത റോഡ് എന്നിങ്ങനെ 5 റീച്ചുകളായിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.